76 വർഷത്തിൻ്റെ നിറവിൽ ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായിട്ട് അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഇന്ന് ഭാരതത്തിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ട് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് മുന്നേറുന്ന സമയത്ത് 1947 ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 1948 അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് രൂപീകരിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ പ്രസക്തമായ അനുഭവങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. 1950കളിൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ സമ്മേളനത്തിൽ ലോകത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ എല്ലാ പ്രദേശത്തു നിന്നുള്ള വ്യക്തികൾ അതിൽ പങ്കെടുത്തുകൊണ്ട് ഒരു ഭാരത ദർശനം തന്നെ സാധ്യമാക്കിക്കൊണ്ട് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് അതിന് ജൈത്രയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്ന സമയത്ത് ഏതൊരാശയവും മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് അത് പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആർജവം അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ സമ്മേളനത്തിൽ തന്നെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു നല്ല തുടക്കം അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന് ലഭിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് അതിൻ്റെ ജൈത്രയാത്ര തുടരുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 50 വർഷത്തോളം പിന്നിടുന്ന സമയത്ത് പല രീതിയിലുള്ള പ്രതിസന്ധികൾ ഭാരതം നേരിട്ടിട്ടുണ്ട്. ആ സമയത്തെല്ലാം അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ഓരോ വിഷയങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഈ ഭാരതത്തിൻ്റെ അഖണ്ഡതയും ദേശീയതയും സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങൾ എല്ലാ കാലഘട്ടത്തും ചെയ്തുകൊണ്ട് അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട്, അവതാര ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത കാലഘട്ടത്തിൽ ഈ ഭാരതത്തെ വിശ്വഗുരുവാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തും അതിൻ്റെ ഒപ്പം അണിചേർന്നുകൊണ്ട് വിദ്യാർത്ഥി പരിഷത്തിൻ്റെ 75 വർഷത്തെ പ്രയത്നത്തിനൊടുവിൽ വലിയ മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് 100ാം വർഷത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിന് 100ാം വർഷം ആഘോഷിക്കുന്നതിന് തൊട്ടടുത്ത വർഷം അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തും അതിൻ്റെ 100ാം വർഷം ആഘോഷിക്കും. ആ സമയത്തേക്ക് എങ്ങനെയാണോ വിദ്യാർത്ഥി പരിഷത്ത് മുന്നോട്ട് വച്ചിട്ടുള്ള ആ വിശ്വഗുരു എന്ന സങ്കല്പം, ആ സങ്കല്പത്തിലേക്ക് ഭാരതത്തെ ഉയർത്തുവാൻ വേണ്ടിയിട്ട് ഇന്ന് വിദ്യാർത്ഥി പരിഷത്തിൻ്റെ പ്രവർത്തകർ ഒന്നടങ്കം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ആവേശവും ഊർജവും നൽകിയിട്ടുള്ളത് ഇന്നത്തെ പ്രവർത്തകർക്ക് മുന്നേ കടന്നു പോയിട്ടുള്ള ക്രാന്തദർശികളായ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ കാര്യകർത്താക്കളാണ്. ആ കാര്യകർത്താക്കൾ ഭാരതത്തിൽ ഏതൊരു സംഘർഷ സമയം വരുന്ന സമയത്തും സ്വജീവൻ പോലും മറന്നുകൊണ്ട് സംഘടനയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ നാടിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്നത്തെ പ്രവർത്തകർക്ക് ഈ ഊർജം ലഭിച്ചിട്ടുള്ളത്. അതിലേറ്റവും എടുത്തു പറയാൻ വേണ്ടിയിട്ടുള്ളത്, നമുക്കറിയാം, ഈ ഭാരതത്തിൻ്റെ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ എമർജൻസി പ്രഖ്യാപിച്ച സമയത്ത് അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് അല്ലെങ്കിൽ ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് വന്നത് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്താണെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അടിയന്തരാവസ്ഥയുടെ ചരിത്രത്തിൽ ജയപ്രകാശ് നാരായണനെ പോലെയുള്ള സോഷ്യലിസ്റ്റ് നേതാക്കളെ തങ്ങളുടെ വേദിയിലെത്തിച്ചുകൊണ്ട് ഈ ലോകത്തിലെ തന്നെ വലിയൊരു സമരമായിട്ട് ഭരണഘടനയെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു മൂവ്മെൻറ്റിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഛാത്ര യുവ സംഘർഷ സമിതി രൂപീകരിച്ചുകൊണ്ട് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. ആ ഒരു പ്രയത്നം, അതിൻ്റെ ഫലം കാണുന്ന സമയത്ത് വലിയൊരു ആവേശം തന്നെ അന്നത്തെ പ്രവർത്തകർക്ക് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സമൂഹത്തെ, ഭാരതീയ സമൂഹത്തെ എല്ലാ കാലത്തും ഏതൊരു പ്രശ്നം വരുന്ന സമയത്തും മുന്നിട്ടിറങ്ങുവാൻ വേണ്ടിയിട്ട് ഒരു യുവശക്തി ഈ ഭാരതത്തിലുണ്ട് എന്ന് അടിയന്തരാവസ്ഥ കാലത്ത് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ABVPക്ക് സാധിച്ചു. കേവലം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മാത്രമല്ല, നമ്മുടെ കാശ്മീരിൽ 90കളിലുണ്ടായ സംഭവ വികാസങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ ഭീകരവാദികൾ
ഇവിടെ ത്രിവർണ്ണ പതാക ഉയർത്തുവാൻ വേണ്ടിയിട്ട് അനുവദിക്കില്ല എന്ന് വെല്ലുവിളിച്ച സമയത്ത് ചലോ കാശ്മീർ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മുഴുവൻ വിദ്യാർത്ഥികളെയും അണിനിരത്തിക്കൊണ്ട് ചലോ കാശ്മീർ എന്ന് പറഞ്ഞുകൊണ്ട് ത്രിവർണ്ണ പതാകയുമായിട്ട് കടന്നു ചെല്ലുവാൻ ധൈര്യം കാണിച്ച പ്രസ്ഥാനമാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത്. ഇത് കേവലം ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ ഒതുങ്ങുന്നതല്ല എബിവിപിയുടെ ചരിത്രം. സേവാസാം മൂവ്മെന്റ് ആയാലും അതോടൊപ്പം ചലോ ചിക്കൻ മൂവ്മെന്റ് ആയാലും ഈ ഭാരതത്തിന്റെ അഖണ്ഡതയും ദേശീയതയും ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചരിത്രം ഇന്നത്തെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തകർക്ക് എന്നും ആവേശപൂർണവുമാണ്. ഇന്ന് കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് അവൻ്റെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടും അവൻ്റെ ശബ്ദമാകുവാൻ വേണ്ടിയിട്ടുള്ള ഊർജ്ജം ലഭിച്ചിട്ടുള്ളത് ഇത്തരം അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ സുവർണ കാലഘട്ടത്തിലൂടെയുള്ള കടന്നു പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഈ ചരിത്രമാണ് എല്ലാ കാലഘട്ടത്തിലും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥി സമൂഹത്തിന് ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതിന് മുന്നിൽ നിന്ന് നയിക്കുവാനുള്ള ശക്തി ലഭിക്കുന്നത് ഇത്തരം ചരിത്രങ്ങളിൽ നിന്നാണ്. ആ ചരിത്രത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം, കേരളത്തിലെ കലാലയങ്ങളിലേക്ക് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തും മറ്റ് ദേശീയ പ്രസ്ഥാനങ്ങളും കടന്നു പോകുന്ന സമയത്ത് കത്തിയും കടാരയുമായിട്ടാണ് ഇവിടെയുള്ള ഇടതുപക്ഷ പ്രവർത്തകർ നമ്മളെ സ്വീകരിച്ചിട്ടുള്ളത്. ആ സമയത്തെല്ലാം അതിനെതിരെ ശക്തമായി പോരാടിക്കൊണ്ട് ഈ കേരളത്തിന്റെ മണ്ണിലും വേരുറപ്പിക്കുവാൻ വേണ്ടിയിട്ട് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന് സാധിച്ചിട്ടുണ്ട്. 2017 നവംബർ 11 ചലോ കേരള മഹാറാലിയുമായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്കെതിരെ പോരാടുവാൻ നമുക്ക് സാധിച്ചു. അതും അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ സുവർണ ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ട മഹത്തായ ഒരു സംഭവ വികാസമാണ്. അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥി പരിഷത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ദേശീയതയും അഖണ്ഡതയും ബാധിക്കുന്ന വിഷയങ്ങൾ മാത്രമല്ല, മറ്റ് സാമൂഹ്യ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങളായാലും മറ്റ് സാമൂഹ്യ പ്രശ്നങ്ങൾ അതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് തന്നെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് വളരെ ആഘോഷപൂർവം കഴിഞ്ഞ വർഷം അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് അതിൻ്റെ 75ാം വാർഷികം ആഘോഷിച്ചുകൊണ്ട് അമൃത കാലഘട്ടം ആഘോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഭാരതത്തിൻ്റെ തലസ്ഥാനത്ത് 10,000-ഓളം വിദ്യാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് മറ്റൊരു വിദ്യാർത്ഥി സംഘടനയ്ക്കും സാധിക്കാത്ത തരത്തിൽ ഏറ്റവും വലിയ സമ്മേളനം നടത്തിക്കൊണ്ട് വിദ്യാർത്ഥി പരിഷത്ത് അമൃത കാലഘട്ടത്തിലേക്ക് കാൽവെപ്പ് വച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു സമയത്താണ് വിദ്യാർത്ഥി പരിഷത്ത് അതിൻ്റെ 76ാം സ്ഥാപന ദിനം ആഘോഷിക്കുന്നത്. ഈ ലോകത്തിൻ്റെ സംഘടനാ ചരിത്രത്തിൽ തന്നെ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ വളരെ അനുഭവപൂർണമായിട്ടുള്ള കാര്യകർത്താക്കളുടെ പ്രചോദനം കൊണ്ട് ഇന്ന് വിദ്യാർത്ഥി പരിഷത്ത് കേവലം വിദ്യാർത്ഥി പരിഷത്ത് എന്ന സംഘടനയ്ക്കപ്പുറത്ത് ലോകത്തിലെ തന്നെ പല യൂണിവേഴ്സിറ്റികളും രാജ്യങ്ങളിലും പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഭാരതത്തിൻ്റെ അമൃത മഹോത്സവത്തിൽ എങ്ങനെയാണോ ഭാരതത്തെ വിശ്വഗുരുവാക്കാൻ വേണ്ടിയിട്ട് നാം പ്രയത്നിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ യുവസമൂഹം ഉള്ള ഈ ഭാരതത്തിൽ അവരെ അണിനിരത്തിക്കൊണ്ട് അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള അക്കാദമിക് പ്രോഗ്രാമുകൾ വിവിധ ആയാം പ്രവർത്തനത്തിലൂടെ വിദ്യാർത്ഥി പരിഷത്ത് നടത്തിപ്പോകുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലെയും സംസ്ഥാന സർക്കാരുകൾ വിദ്യാഭ്യാസ നയത്തിൽ വേണ്ടത്ര നവീകരണം നടത്താത്തതുകൊണ്ട് കലാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ വരാത്ത സാഹചര്യം, ആ സാഹചര്യത്തിൽ അതിന് തക്കതായ പഠനം നടത്തിക്കൊണ്ട് പരിസർ ചലോ അഭിയാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാരതത്തിലെ വിദ്യാർത്ഥികളെ ക്യാമ്പസിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ അവരെ അവരുടെ കഴിവുകളിൽ നിപുണരാക്കിക്കൊണ്ട് ലോകത്തിലെ ഈ യുവസമൂഹത്തെ
ഭാരതത്തിനെ വിശ്വഗുരുവാക്കുവാൻ വേണ്ടിയിട്ട് അടുത്ത 25 വർഷക്കാലം പ്രവർത്തിക്കേണ്ട യുവസമൂഹത്തെ ഒരുക്കുക എന്ന പ്രവർത്തനത്തിലേക്ക് വിദ്യാർത്ഥി പരിഷത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പല ക്യാമ്പസുകളിലും ആനന്ദമയപൂർണമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ജീവിതം കടന്നു പോകുന്ന സമയത്ത് അതിൻ്റെ ലക്ഷ്യത്തിൽ എത്തുവാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾക്ക് സാധിക്കാത്ത സമയത്ത് ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഹാപ്പി ആൻഡ് മീനിങ് സ്റ്റുഡൻറ് ലൈഫ് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് വിദ്യാർത്ഥി പരിഷത്ത് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് എന്നും ഏറ്റെടുത്തിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഇന്നത്തെ വിദ്യാർത്ഥി നാളത്തെ പൗരനല്ല ഇന്നത്തെ പൗരനാണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ മുദ്രാവാക്യം, ഇങ്ങനെ വിദ്യാർത്ഥി പരിഷത്ത് ഏറ്റെടുത്തിട്ടുള്ള എല്ലാ മുദ്രാവാക്യങ്ങളും അതിൻ്റെ പരിപൂർണതയിൽ എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ട് ABVP സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷം വിദ്യാർത്ഥി പരിഷത്ത് ഹാപ്പി ആൻഡ് മീനിങ് സ്റ്റുഡൻറ് ലൈഫ് എന്ന മുദ്രാവാക്യവുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അതും പൂർത്തീകരിച്ചുകൊണ്ട് ഈ ഭാരതത്തിലെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഭാരതത്തെ വിശ്വഗുരുവാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് ഉള്ള പ്രയത്നത്തിൽ എല്ലാവരെയും അണിചേർത്തുകൊണ്ട് വലിയൊരു മുന്നേറ്റം സാധ്യമാക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ 76ാമത് സ്ഥാപന ദിനത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥി പരിഷത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഈ ലോകത്തെ ഈ ഭാരതത്തിലെ മുഴുവൻ വിദ്യാർത്ഥി സമൂഹത്തിനും അതിനുള്ള ശക്തി ഭാരതമാതാവ് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ദേശീയ വിദ്യാർത്ഥി ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വന്ദേ മാതരം.